ഫ്രണ്ട്സ്, ഇന്നൊരു ട്രാവൽ വ്ലോഗുമായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് കാർവാറിലാണ്. അപ്പോൾ നമ്മൾ ഇന്നലെ മൈസൂരിൽ നിന്ന് കാർവാർ എത്തി ഇവിടെ സ്റ്റേ ചെയ്തതിന് ശേഷം ഇന്ന് കാർവാറിൽ നിന്ന് നമ്മൾ ഗോവയ്ക്ക് പോവാണ്. അപ്പോൾ ഗോവയ്ക്ക് പോകുന്ന വഴിയിലുള്ള കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. Hello guys, welcome to Varus Planet. ഹായ്. അപ്പം മനോഹരമായ റോഡ് കണ്ടിട്ട് നമ്മുടെ ഒരു കേരള ഫീല് വരുന്നുണ്ടല്ലേ? ശരിക്കും കേരള അല്ല, ചെറിയൊരു മാറ്റമുണ്ട്. നമ്മുടെ കാർവാറിൽ നിന്ന് ഗോവയിലേക്ക് പോകുന്ന റോഡാണ് ഈ കാണുന്നത്. അപ്പം ഗോവയിലേക്കുള്ള എന്ന് പറയുമ്പോൾ ഗോവയിലേക്ക് പോവുകയാണ് നമ്മൾ. ഓക്കെ, അപ്പോൾ ഇവിടെ പെട്രോളിൽ വിലക്കുറവുണ്ട് എന്ന് കേട്ടു. എന്നാൽ പിന്നെ ഒന്ന് കയറി നോക്കിയാലോ? ഇവിടെ പെട്രോൾ നമുക്ക് നോക്കാം. അയ്യോ 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 അമ്മച്ചി. അതാണ് ഇത് അപ്പുറത്തെ വണ്ടി വേല പിടിച്ചിട്ട് ഇങ്ങനെ കേട്ടോ. ഇങ്ങോട്ടാലോ? റെഡി. ഞാൻ കൊടുക്കത്തില്ല. തൊട്ടടുത്ത സംസ്ഥാനമല്ലേ? വേറെ സംസ്ഥാനത്ത് നമ്മള് പോയ എന്തിനാ? ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ? നെറ്റും ഇല്ല, അല്ലെങ്കിൽ ഒരു പാട്ട് എന്റെ ഫോണിട്ടേ. വേണ്ട, അതൊന്നുള്ള പാട്ടിട്ടേ. വേണ്ട വേണ്ട. വ്യൂ ആണ്. അയ്യോ സൈലൻസ് നല്ല റോഡ് കേട്ടോ. അപ്പൊ നമ്മൾ പറഞ്ഞില്ലല്ലോ, ആ കാർവാർ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് നേരെ ഗോവയിലേക്ക് കയറിയ സമയത്ത് തന്നെ നമ്മൾ വണ്ടിയിലേക്ക് കുറച്ച് പെട്രോൾ അടിച്ചു. കർണാടകയുടെക്കാട്ടി 4 രൂപ അവിടെ കുറവുണ്ടായിരുന്നു. അതിൽ കൂടുതൽ കുറവുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. 4 രൂപ കുറവുണ്ടായിരുന്നു. യെസ്. ഇനി നമുക്ക് ഗോവയിൽ പോയിട്ടാണ് ഇനി ഗോവയിൽ പോയിട്ട് പിന്നെ അവിടെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു. അവര് നമ്മളെ ടാറ്റ കാണിച്ചു വിട്ടു. എനിക്ക് തോന്നുന്നു KA വണ്ടി ആയതുകൊണ്ടായിരിക്കും. അതിന്റെ മുമ്പിൽ ഒരു TS തെലങ്കാന വണ്ടി ഉണ്ടായിരുന്നു. തെലങ്കാന വണ്ടി അവർ പിടിച്ചു നിർത്തിയിട്ട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നത്. കിലോമീറ്റർ, രത്നഗിരി 243, പനാജി 68. നമുക്ക് പനാജിക്കാ പോണ്ടല്ലേ? പനാജി എന്നാണോ വായിക്കുന്നത്, പ്രൊനൗൺസ് ചെയ്യുന്നത്? പോകുന്ന വഴിക്കുന്ന നമ്മൾ ലെഫ്റ്റ് തിരിയുന്നു. ഒരു വണ്ടി സൈഡ് ഒതുക്കുന്നതിന്റെ തിരക്കാണ് കാണുന്നത്.
ബൈക്കിനോ? വരട്ടെ. ഇലക്ട്രിക് ബസ്സാണല്ലോ. ഗ്രീൻ പ്ലേറ്റ് അല്ല. എങ്ങനെ വലിച്ചോണ്ട് പോകുന്നത്? ഇതൊക്കെ ഒറ്റ ട്രിപ്പേ ഓടത്തുള്ളൂ. രാവിലെ ഇവിടുന്ന് പോകും, അവിടെ കൊണ്ട് നിർത്തും, പിന്നെ ചാർജ് ചെയ്യും, അടുത്ത ദിവസം ഇങ്ങോട്ട് വരും. ഭയങ്കര നഷ്ടം. കർണാടകയുടെ പരസ്യമാണ് ഈ വണ്ടി. ഫ്രണ്ടിൽ എന്താ അവസ്ഥ? വണ്ടി ഓവർടേക്ക് ചെയ്യാൻ പറ്റില്ല. ഹായ്, അപ്പം നമ്മൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. വളരെ ചെറിയ, ആദ്യം കുറച്ചു നേരം വലിയ റോഡായിരുന്നു. അപ്പം ഞാൻ വളരെ അഹങ്കരിച്ചു എന്നൊക്കെ പറഞ്ഞ് അടിച്ചു പൊളിച്ച് പോയിരുന്നു. ഇപ്പോൾ വളരെ കുഞ്ഞു റോഡ്, നമ്മുടെ നാട്ടിൻപുറത്തെ റോഡ് പോലെ തോന്നുന്നു. കാട് ആണെന്ന് തോന്നുന്നു. നല്ല തിരക്ക്, അങ്ങോട്ടും ഇഷ്ടംപോലെ വണ്ടി, ഇങ്ങോട്ടും ഇഷ്ടംപോലെ വണ്ടിയുണ്ട്. ഇതൊക്കെ ഇങ്ങനെ ഓടിച്ച് നമ്മൾ പോവുകയാണ്. എന്തായാലും ഇനി ഒരു 2:45, അതായത് 3 മണിക്കൂറോളം എടുക്കും. ചുമന്ന സിഗ്നലാണ് അവിടെ കാണിക്കുന്നത്. പല സ്ഥലങ്ങളിലും നല്ല തിരക്കുണ്ടെന്ന്. ഓക്കെ, അപ്പോൾ അങ്ങനെയൊക്കെയാണ്. എന്നാ അങ്ങോട്ട് പോട്ടെ. കോഴഞ്ചേരിലൊക്കെ പോകുന്ന ഫീല്. കോഴഞ്ചേരി കറക്റ്റ് മെയിൻ അല്ലേ? ചിലപ്പോ അവിടെ സൈഡ് പിന്നെയും വീതി കാണും, ഇത് സൈഡിലൊന്നും വീതിയില്ല. ഇന്ത്യയാണ് ഇവിടെ. അപ്പൊ നമ്മള് കാടൊക്കെ കഴിഞ്ഞ്, അല്ല ചെറിയ ഫോറസ്റ്റ് പോലത്തെ കുഞ്ഞ റോഡൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പം മെയിൻ സിറ്റിയിലൂടെ നമ്മളിങ്ങനെ ഇടയ്ക്ക് നിന്ന സിറ്റിയിലൂടെ നമ്മൾ പറഞ്ഞ സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. മോട്ടറാണെങ്കിൽ അവിടെ കിടപ്പുണ്ട്, മഞ്ജു ഇവിടെ ചുമ്മാ ഇരിപ്പുണ്ട്. എന്നോട് നിർത്ത്, വണ്ടി 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 എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിപ്പുണ്ട്. അപ്പുറത്തെ സൈഡിൽ കൂടെ വണ്ടി, ഇപ്പുറത്തെ സൈഡിൽ കൂടെ വണ്ടി, കുഞ്ഞു വണ്ടി, വലിയ വണ്ടി. ഇനി എത്ര ദൂരമുണ്ട്? ഇനി നമുക്ക് 1 മണിക്കൂർ കൂടെ, അപ്പൊ നമുക്ക് 1.5 മണിക്കൂർ കൂടെ റിസോർട്ട്. ഏത് റിസോർട്ടാന്ന് നമ്മൾ പറഞ്ഞില്ല, അവിടെ ചെന്നിട്ട് പറയാം. അത് അടിപൊളി ടീമിന്റെ റിസോർട്ടാണ്. ശരി, റോഡ് കണ്ടപ്പോഴേ കുറച്ചൊരു ആശ്വാസം. ദൂരം കുറവാണെങ്കിലും അതെ അതെ തിരക്കാണ്. അതെ, ഈ പറഞ്ഞ ഇത്രയും നമുക്ക് വളരെ പെട്ടെന്ന് എത്തേണ്ടതാ, പക്ഷെ ഭയങ്കര തിരക്കാണ് കേട്ടോ. ഭയങ്കര തിരക്കെന്ന് വെച്ചാൽ ഭയങ്കര തിരക്ക്. ഈ ലോകത്തുള്ള എല്ലാവരും ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നു. എല്ലാ UP, KA, GAയുടെ ഇഷ്ടം പോലെ, അതായത് ഇവിടുത്തെ വണ്ടി, പിന്നെ TS, MH എല്ലാവരുമായിട്ട് കുറെ ഉണ്ട്. ഓക്കെ, അപ്പൊ
ഗാമയിലല്ലേ പോകണം? അല്ല നമുക്ക് സ്ട്രേറ്റ് ആണ്. വാസ്കോഡ ഗാമയിലല്ല. ഈ മോളിൽ സംഭവം ഉള്ളോട്ടോ, വെയിലില്ല. ഇത് കണ്ടോ, ഞാൻ പറഞ്ഞില്ല, നോക്ക്. ടോക്കായിരുന്നു. 7 മിനിറ്റ് ഇവിടെ സ്റ്റക്കാണ്. എല്ലാം ആൾക്കാർ കാണാൻ പറ്റുന്ന എല്ലാം നരേന്ദ്രമോദിയാണ് കണക്ട് ചെയ്തത് കേട്ടോ. നമ്മുടെ റിസോർട്ടിലേക്ക് ഇനിയും 58 മിനിറ്റ്സ്. ദാറ്റ് മീൻസ് 1 hour. 1 hour ആവും. ഇത് മറ്റേ കോസ്റ്റൽ ഏരിയ അല്ലേ? കോസ്റ്റൽ അങ്ങനെ നമ്മൾ ഗോവയിലെ നമ്മൾ താമസിക്കുന്ന റിസോർട്ടിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഏത് റിസോർട്ടിലാണ് നമ്മൾ സ്റ്റേ ചെയ്തത്, അവിടുത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.